നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സമരാനുകൂലികൾ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചത് പലയിടത്തും സംഘർഷം സൃഷ്ടിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കായംകുളത്ത് ഉൾപ്പെടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തടയുന്നതും കടകൾ അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാവേലിക്കര കരിപ്പുഴയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. സ്ഥലത്ത് പോലീസുമായി തർക്കവുമുണ്ടായി. ചെങ്ങന്നൂരിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. രാവിലെ തുറന്നു പ്രവർത്തിച്ച പെട്രോൾ പമ്പ്, കടകൾ, ഹോട്ടലുകൾ എന്നിവയും അടപ്പിച്ചു. പ്രവർത്തകർ ഏറെ നേരം റോഡ് ഉപരോധിച്ചു. ചെങ്ങന്നൂർ മിനി സിവിൽ സ്റ്റേഷനിലെത്തിയ സമരക്കാർ RTO ഓഫീസിലെത്തി തുറക്കരുതെന്ന് ആവശ്യപ്പെട്ടു. ലേണേഴ്സ് പരീക്ഷയ്ക്ക് നിരവധി പേർ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോകാൻ KSRTC ബസ്സിൽ എത്തിയ ദീർഘദൂര യാത്രക്കാരെ പുറത്തിറക്കാതെ ഏറെ നേരം തടഞ്ഞുവെച്ചു എന്നും ആരോപണമുണ്ട്. ചെങ്ങന്നൂരിൽ സമരാനുകൂലികൾ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. അതേസമയം ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷനിൽ നിന്നും 17 ബസ്സുകൾ സർവീസ് നടത്തി. എടത്തുവ തലവടിയിൽ സമരാനുകൂലികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടപ്പിച്ചു. പൂർണ്ണമായും ജീവനക്കാരെത്തി പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് 11 മണിയോടുകൂടിയാണ് സമരാനുകൂലികളെത്തി അടപ്പിച്ചത്. തുടർന്ന് ജീവനക്കാർ മടങ്ങി. CDNet ന്യൂസ്, കായംകുളം.